ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അർജൻറ്റ് ഇൻഫർമേഷനാണ് ചെയ്യുന്നത്. അർജൻറ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. സർ, ഈ സാലറി ഇല്ലാത്തവർക്ക് ഒരുപാട് ലോൺ കിട്ടുന്നത് ഏത് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഏത് NBFC ആണ്? അതുപോലെ തന്നെ സാലറി ഉള്ളവർക്ക് കുറഞ്ഞ സാലറി, അതായത് ലോ സാലറി സ്കെയിൽ എംപ്ലോയീസ് ഉണ്ടല്ലോ, ഈ 10-നും 15-നും ഇടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, NBFC ഉണ്ടോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കുന്ന് മെസ്സേജാണ് അല്ലെങ്കിൽ കോൾസാണ് ഡെയിലി വരുന്നത്. മാക്സിമം ഞാൻ കോളിന് ആൻസർ ചെയ്യും. എന്നാൽ ചില സമയങ്ങളിൽ എനിക്ക് വർക്ക് ബിസി ആകുന്ന സമയത്ത് എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനലിലുള്ള ഏകദേശം ഒരു 55% പേർക്കും സിബിൽ ഡിഫോൾട്ടേഴ്സാണ്. 55% ആൾക്കാരും. കാരണം എന്നോട് ഒരുപാട് പേര് ഈ ക്രെഡിറ്റ് ബിയിൽ നിന്ന് 5-6 മാസം ലോൺ എടുത്ത് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബ്രാഞ്ചിൽ നിന്ന് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഒരുപാട് NBFC RBI അപ്രൂവ്ഡ് NBFCയിൽ നിന്ന് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോഴേ മനസ്സിലാവും ഇവരെല്ലാം സിബിൽ ഡിഫോൾട്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ദയവ് ചെയ്ത് അത് അടയ്ക്കാൻ ശ്രമിക്കുക. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ നിന്ന് അടയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഫേക്ക് ആപ്പ് ആണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട, ഒരു കാരണവശാലും അടയ്ക്കേണ്ട. എനിക്ക് ഇന്നും 5-6 കോൾ വന്നു. ഫേക്ക് ആപ്പ് ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അടയ്ക്കരുത്. അവർ നിങ്ങളെ പല രീതിയിലും നിങ്ങളെ ഹരാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, എൻ്റെ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് ക്യാഷ് ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിൽ എൻ്റെ മോഫ് ചെയ്ത പിക്ചേഴ്സ് എൻ്റെ വാട്സപ്പ് കോൺടാക്ട്സിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നല്ല തെറി വിളിക്കുകയാണെങ്കിൽ പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യില്ല. എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും എൻ്റെ ഒരു ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വെച്ചാലും ഞാൻ ഇതിൽ നിന്ന് 5 പൈസ അടയ്ക്കില്ല എന്ന് ഞാൻ ഹിന്ദിയിൽ പറയും. പിന്നെ നല്ല തെറിയും വിളിക്കും, പിന്നെ അവർ വിളിക്കില്ല. അതെന്നെ ലേഡീസ് വിളിക്കുന്നുണ്ട്, ജെൻസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞാൻ സെയിം മറുപടിയാണ് പറയുന്നത്. ഒരു 2 ദിവസം ഇങ്ങനെ ഹരാസ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾ പേടിപ്പിച്ചാൽ ആ ഒരു പേടിക്ക് ഭീഷണിക്ക് വഴങ്ങുമോ എന്നവർ വിചാരിക്കും. അപ്പോൾ വഴങ്ങുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് പോകും. അവർക്ക് വേറെ ഒരുപാട് ലക്ഷക്കണക്കിന് ലോൺ എടുത്ത ആൾക്കാരുണ്ട്. ഒരാളടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് ടൈമില്ല, മനസ്സിലായില്ലേ? പിന്നെ അവരൊരു സിസ്റ്റമാറ്റിക്കലി അല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. നിങ്ങളെ ദയവേത് ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഫേക്ക് ലോണിൽ നിന്ന് എടുത്ത ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്ത എമൗണ്ട് തിരിച്ചടയ്ക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ആപ്പിനെ കുറിച്ചാണ്. നമ്മൾക്കും അറിയാം ഒരുപാട്. ഇപ്പോൾ എൻ്റെ അറിവിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ സാലറി ഉള്ളവർക്ക് കൊടുക്കുന്ന ആപ്പ്, സാലറി ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ആപ്പ്, ഇത് 2 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യമേ സാലറി ഇല്ലാത്തവർക്ക് ഏത് ആപ്പാണോ കൂടുതൽ എമൗണ്ട്, അതായത് ഒരുപാട് എലിജിബിൾ പെട്ടെന്ന് അപ്രൂവൽ ആവുന്ന ആപ്പ്, അത് ഞാൻ സാലറി ഇല്ലാത്തവർക്ക് ഫസ്റ്റിലേക്ക് കൊടുത്തിരിക്കാം. സെക്കൻഡ് സാലറി ഉള്ളവർക്ക്. അപ്പോൾ അത് സാലറി ഉള്ളവരാണെങ്കിൽ ബാങ്ക് വഴിയായിരിക്കണം സാലറി. അത് ഞാൻ പറഞ്ഞുതരാം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ സാലറി ഉള്ളവർക്ക് പെട്ടെന്ന് ലോൺ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ വോർട്ടേജ് ഇന്ത്യ ഫിനാൻസ് തന്നെയാണ്. WORTAGE, വോർട്ടേജ് ഇന്ത്യ ഫിനാൻസ്. ഇത് നമ്മുടെ 11/3 അപ്ലൈ ചെയ്ത ഒരു കസ്റ്റമറിൻ്റെ പേര് ഡീറ്റെയിൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വേണുഗോപാൽ. അദ്ദേഹത്തിന് 1,11,700 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു 12,000 രൂപ സാലറി ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ സാലറി വരുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. സിബിൽ ഒരു 650 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ലാസ്റ്റ് 1 ഇയറിൽ എന്തെങ്കിലും ബൗൺസോ EMIDയോ നിങ്ങൾ സെറ്റിൽമെൻറ്റോ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതൊക്കെ കുറച്ച് ഒരു അവരുടെ ഒരു നിയമമാണ്. ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രൊപ്പറേറ്റർഷിപ്പ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് കമ്പനിയിൽ വർക്ക് ചെയ്താലും പ്രൈവറ്റ് ലിമിറ്റഡെന്നേ കൊടുക്കാവുള്ളൂ. ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഒന്നും തന്നെ കൊടുക്കില്ല. നിങ്ങൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ വർക്ക് ചെയ്താലും പ്രൈവറ്റ് ലിമിറ്റഡെന്നേ കൊടുക്കാവുള്ളൂ ആ ഒരു ഫില്ല് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഗവൺമെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് എന്ന് കൊടുക്കാം. ഇത് വേണുഗോപാൽ പുത്തൻവീട്ടിൽ എന്ന കസ്റ്റമറിന് കിട്ടിയ എമൗണ്ടാണ് 1,11,700 രൂപ. ഇത് നമ്മുടെ വിശ്വാതിരി ഗായത്രി 1,30,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്.
അത് മീൻസ് എന്താ പറയുക നല്ല എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. 12 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കുന്ന വേറൊരു ബാങ്ക് എൻ്റെ അറിവിലില്ല. ഞാൻ സത്യം പറയാം, എൻ്റെ അറിവിലില്ല. ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഈ സാലറി ഇല്ലാത്തവരൊന്നും ഇതിൽ ദയവ് ചെയ്ത് അപ്ലൈ ചെയ്ത് കിട്ടില്ല, നിങ്ങളുടെ സിവിൽ സ്കോർ ഡൗൺ ആകും. അടുത്ത സുനിത കെ എന്നൊരു കസ്റ്റമറാണ്. അവർക്ക് എല്ലാം അപ്രൂവലായി, 2,04,500 അപ്രൂവൽ ആയിട്ടുണ്ട്. ഡിസ്ബേഴ്സലിന് കൊടുത്തിരിക്കുകയാണ്, അത് ഉടൻ തന്നെ ഡിസ്ബേഴ്സ് ആകും. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ബാങ്കിൽ പോകാതെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്വന്തം വിരൽത്തുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ നിന്ന് അങ്ങനെ കിട്ടും, ലോൺ കിട്ടും. ഇവിടെ നമ്മുടെ ഒരു വോട്ടേജ് ഇന്ത്യ ഫിനാൻസ് എന്ന കമ്പനി ഇവിടെ ലോൺ കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിബിൽ ക്ലിയർ ആയിരിക്കണം. പിന്നെ ഈ ലോൺ എടുത്തിട്ട് ഇന്നേ വരെ അടച്ചില്ലാത്ത ആരും ഇതൊന്നും അപ്ലൈ ചെയ്ത് കിട്ടില്ല. സിബിൽ ഡിഫോൾട്ടേഴ്സ് ദയവ് ചെയ്ത് അപ്ലൈ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അറിയാമല്ലോ, ഞാൻ ഫില്ല് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്നത് നോക്കി ഫില്ല് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, സാലറി ഉള്ളവർക്ക് കിട്ടുന്നതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യം കൊടുത്തിരിക്കാം. രണ്ടാമത് സാലറി ഇല്ലാത്തവർക്കായിരിക്കും. സാലറി ഇല്ലാത്തവർക്ക് നോർമലി നമുക്കറിയാം ട്രൂ ബാലൻസ് തന്നെയാണ്. ഞാനിവിടെ 8,136 രൂപ. ഇത് നോൺ സാലറി ബേസിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. സാലറി ബേസിൽ എനിക്ക് 50,000 1 ലക്ഷം രൂപയൊക്കെ കിട്ടും. ഇത് നോൺ സാലറി ബേസിൽ 8,136 രൂപയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2,708 രൂപ EMI ആണ്. അത് ജൂൺ 9-ാം തീയതി ഫസ്റ്റ് EMI തീരുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ മീൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലൂടെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സാലറി ഉള്ളവർക്ക് എടുക്കുന്ന ആപ്ലിക്കേഷനായിരിക്കും ആദ്യമേ കൊടുത്തിരിക്കുന്ന ലിങ്ക്. രണ്ടാമത് സാലറി ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും വെച്ച് ചെയ്യാവുന്നത്. അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യണം, എന്നാൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ. ഞാൻ രണ്ടും ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ ഡൗട്ടായാൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.